ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് സെയിം ഓയിലിൽ തന്നെ നമ്മുടെ കറി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടുന്ന് ഇതിൻ്റെ പച്ചക്കുത്ത് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. 4 വലിയ സവാള നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിതിന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. സവാള നല്ലവണ്ണം വഴന്ന് വരണം. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചക്കുത്ത് മാറിക്കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടിയുടെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 4 വലിയ തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അതേ ഉള്ളിയുടെ അളവിൽ തന്നെ തക്കാളിയും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് തിളക്കാൻ അനുവദിക്കാം. ഒരുപാട് വെള്ളം ഈ കറിയിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1 കിലോക്ക് അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം തന്നെ മതി. സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്കിത് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്.
ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഊറി വന്ന് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് 1/4 പോർഷനോളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റുള്ളത് നമുക്ക് ബാക്കി സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അല്പം നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില കൂടി സ്പ്രിങ്കിൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് തിക്ക് ഗ്രേവി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിലോട്ടായി നമുക്ക് ഒരല്പം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. താങ്ക് യു.